ചേലക്കരയുടെ ചേലുള്ള ആകാശത്തോളം ചെങ്കൊടി പാറിച്ചയാണ് കാണുന്നത്. അവര് ഫുൾ റിസൾട്ട് ഒന്നും കാത്തിരിക്കുന്നില്ല. കാര്യം അവര് ക്ഷമ കെട്ടു. അടിച്ച് തകർക്കടാ മോനെ. നീ ബാക്കി വെക്കുന്ന എന്തിനാ? അടിച്ച് തകർക്ക്. ഓക്കെ, അപ്പൊ പാലക്കാട്ടേക്ക് വന്നാൽ സി കൃഷ്ണകുമാർ 347 വോട്ടുകൾക്ക് മുന്നിലാണ്. 347 എനിക്കൊരു ഡയലോഗ് വേണമല്ലോ. വിജയ പറഞ്ഞു തെറ്റിക്കല്ലേ വിജയ. എനിക്കൊരു ഡയലോഗ് വേണ്ടേ? ചേലക്കര മാറുന്നു. ചേലക്കര മാറിയോ? 8677 ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും 3 വോട്ടൊന്നും. 8677 വോട്ടുകൾക്ക് ചേലക്കരയിൽ LDF സ്ഥാനാർത്ഥി. വയനാട് മാറി. 1,73,218. 1,73,218 വോട്ടുകൾക്ക് വയനാട്ടിൽ UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി ലീഡ് ചെയ്യുന്നു. അവിടെ മലവടക്കുകളിൽ UDFന്റെ മാത്രം സംഗീതം. മിക്കവാറും എനിക്ക് കോൺഗ്രസിന് എടുക്കാൻ സാധ്യത. പാലക്കാട് ലീഡ് പിന്നെ മാറി പറയുന്നതാണോ? മാറി പറഞ്ഞു. പാലക്കാട് 643 കൂട്ടി. കൃഷ്ണകുമാറിന് ചിരി. രാഹുൽ മാങ്കൂട്ടത്തിന് ടെൻഷൻ. ഡോക്ടർ സരിനെ നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വെച്ച് നോക്കേണ്ടി വരും. മാത്രമല്ല സരിൻ ചില ഡയലോഗൊക്കെ അടിച്ചു. കഴിഞ്ഞാൽ നേരെ UDF സ്ഥാനത്ത് കൂടി ഇല്ലെന്ന്. അത് മാത്രമേ 60,000 വോട്ട് പിടിക്കുന്നു പറഞ്ഞു. 60,000 വോട്ടൊക്കെ പിടിക്കുന്ന അവർ CPM LDF പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് ഞെട്ടിപ്പോയി. രണ്ട് സ്ഥാനാർത്ഥികൾ വോട്ട് ചേർത്ത് വെച്ചാണോ സംശയം? മാത്രമല്ല UDF സ്ഥാനത്തേക്ക് വരുമെന്ന് പറഞ്ഞ ജ്യോതികുമാർ ചാമക്കാല അവിടെ ഇരിക്കുക. ചാമക്കാല ഇപ്പൊ ഒന്ന് ഞെട്ടിയിരിക്കുക. പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ ഉടനെ തന്നെയാണ് പുള്ളിയുടെ പോസ്റ്റ് മറിച്ചുകൊണ്ട് സി കൃഷ്ണകുമാർ കയറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഓക്കെ, പാലക്കാട് പിന്നെയും എന്തൊക്കെ ഉയർത്തുന്നു. ഇത് ഈ BJPക്ക് ലീഡുള്ള പഞ്ചായത്തിലെ വോട്ടെണ്ണുകയാണ്. ഉറപ്പായും BJPക്ക് അതിശക്ത സ്വാധീനമുള്ള 2 റൗണ്ടുകൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഞാൻ പറയാം, കഴിഞ്ഞ തവണ 3000-ൽ ചില്ലുവാനം വോട്ടിന് ഭൂരിപക്ഷം വന്ന സ്ഥലത്ത് 674 ഉള്ളൂ. BJPക്ക് ജയിക്കണം എന്നുള്ള മുനിസിപ്പാലിറ്റിയിൽ ഒരു 6000 വോട്ടെങ്കിലും ഭൂരിപക്ഷം കിട്ടാതെ BJPക്ക് ജയം ആലോചിക്കേണ്ട. ഇതിപ്പോ 6000 പോയിട്ട് 674 ഉള്ളൂ ഇപ്പൊ നിലവില്. അതാണ് പ്രശ്നം. പ്രശ്നം അതാണ്. മാത്തൂര്, കണ്ണാടി ഒക്കെ വരുമ്പോഴത്തേനും മാങ്കൂട്ടത്തിൽ കുറച്ചുകൂടി രക്ഷപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത്. പാലക്കാട് എന്തായാലും 674 വോട്ടുകൾക്ക് വലിയ ടെൻഷൻ പാലക്കാട് മണ്ഡലം ഉണ്ടാക്കുകയാണ്. ഇതെനിക്കൊന്ന് ചേലക്കര എന്നുള്ള ദൃശ്യമാണ് കാണുന്നത്. അവിടെ വിജയാഹ്ലാദ പ്രകടനം നടക്കുകയാണ്. അവസാനത്തെ പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നില്ല പ്രവർത്തകർ. ആവേശം ചേലക്കരയിൽ അണപൊട്ടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അവിടെ കുട്ടികളൊക്കെ തന്നെ മുൻനിരയിൽ നിന്നുകൊണ്ട് നൃത്ത പ്രകടനമൊക്കെ നടത്തുകയാണ്. കൊടിതോരണങ്ങൾ ആകാശത്തേക്ക് ആഹ്ലാദ പ്രകടനം ആളുകളെ കാണിക്കുകയാണ്. ചേലക്കരയിൽ ഇപ്പോൾ ഏറ്റവും അവസാന റിപ്പോർട്ട് കിട്ടുമ്പോൾ 8677 വോട്ടുകൾക്ക് LDF സ്ഥാനാർത്ഥി UR പ്രദീപ് മുന്നിലാണ്. ഒരു 10,000-ഓടൊക്കെ ലീഡ് എടുക്കാൻ സാധ്യതയുണ്ട്. 1,84,634 എന്ന നിലയിലേക്ക് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ ലീഡ് ഉയർത്തിയിട്ടുണ്ട്. 1,84,634. 2 ലക്ഷത്തോട് അടുക്കാൻ ഇനി വെറും 15,000-ലധികം വോട്ടിന്റെ ലീഡ് മതി. 2 ലക്ഷം. പക്ഷേ 4 ലക്ഷം പറഞ്ഞത് എവിടെ കിടക്കുന്നു? അത് അവിടെ കിടപ്പുണ്ട്. അത് പൊക്കിയെടുക്കുമ്പോ പ്രയാസമാകും അല്ലേ? പ്രയാസമാകാൻ സാധ്യതയുണ്ട്.